ഞാനിന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇത്രയും കാലം എൻ്റെ വീഡിയോസൊക്കെ എടുത്തിരുന്നത് വെച്ചത് മൊബൈലായിരുന്നു. അപ്പോൾ ഒരു ക്ലാരിറ്റി കുറവും ഒരു വോയിസ് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു ക്യാമറ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പുഴയിലും ബോട്ടിലൊക്കെ ആയതുകൊണ്ടും മഴയത്തൊക്കെ ഉള്ള വീഡിയോസൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൊബൈൽ വെള്ളത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആകെ കുളവും. അപ്പോൾ ഞാനൊരു വാട്ടർ പ്രൂഫ് ക്യാമറയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഓസ്മോ DJI ആക്ഷൻ പ്രോ ആണ് എടുത്തിരിക്കുന്നത്. 5 Pro ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഓൾറെഡി ഞാൻ ഈ ബോക്സ് അൺബോക്സ് ചെയ്തതാണ്. ഡെലിവറി ബോയിനെ കൊണ്ട് തന്നെ ഓപ്പൺ ഡെലിവറി ആയിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ എന്താ ഇരിക്കുന്നത് നമുക്ക് അറിയണമല്ലോ, നമ്മൾ ഇത്ര പൈസയൊക്കെ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ. അപ്പോൾ ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു. അപ്പോൾ ഈ ബോക്സിൽ നമുക്കൊരു സ്റ്റിക്ക് വരുന്നുണ്ട്. കാഴ്ചയിലൊരു കുഞ്ഞൻ ക്യാമറയാണെങ്കിലും ഇതിൻ്റെ പെർഫോമൻസ് അതിഗംഭീരമാണ്. ഈ എടുത്തിരിക്കുന്നതെല്ലാം പുതിയ ക്യാമറയിൽ എടുത്തേക്കുന്നതാണ്. 4K മോഡിലാണ് ഞാനിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അഡ്വഞ്ചർ കോംബോയാണ്. അതിന് പൈസയും കുറച്ച് കൂടുതലാണ്. ആമസോണിൽ ഓർഡർ ചെയ്ത് പിറ്റേ ദിവസം തന്നെ നമുക്ക് ഐറ്റം വീട്ടിലെത്തി. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും സെയിം റേറ്റ് തന്നെയാണ്. പിന്നെ ഞാൻ ആമസോണിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കൂടുതലും ആമസോൺ കാർഡുകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് പാക്കിൽ വരുന്നത് ഒരു ക്യാമറ, പിന്നെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയുള്ളൊരു കേസ് വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ നമ്മൾക്ക് ഹെൽമെറ്റിലെല്ലാം മൗണ്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്ലാമ്പും അതിൻ്റെ സ്ക്രൂവും, പിന്നെ സെൽഫി സ്റ്റിക്കിൽ മൗണ്ട് ചെയ്യാൻ പറ്റിയ ക്ലാമ്പ്, അതിൻ്റെ സ്ക്രൂ. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ഡബിൾ സൈഡ് ടൈപ്പ് C കേബിൾ വരുന്നുണ്ട്. യൂസർ ഗൈഡും പിന്നെ DJIൻ്റെ ഒരു വലിയൊരു ലോഗോയും ഉണ്ട്. പിന്നെ 3 ബാറ്ററി ഒരുമിച്ച് ചാർജ് ചെയ്യാൻ പറ്റിയൊരു കേസ് വരുന്നുണ്ട്. ഇതിൽ 3 ബാറ്ററിയാണുള്ളത്. അത് നമുക്ക് 3ഉം ഒരേ സമയം ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യം നമുക്ക് നല്ല നീളത്തിൽ ഉള്ള ഒരു 1 മീറ്ററിലധികം നമുക്ക് നീട്ടി ഉപയോഗിക്കാൻ പറ്റിയൊരു സെൽഫി സ്റ്റിക്കുണ്ട്. ഇത്രയും ഐറ്റംസാണ് ഇതിൻ്റെ ഒപ്പം പാക്കിൽ വരുന്നത്. ഈ പുതിയ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഈ സീൻസ് എല്ലാം മൊബൈലിൽ നമുക്കതിൻ്റെ റെസൊല്യൂഷൻസ് മനസ്സിലാവില്ല. അത് പിടികിട്ടണമെന്നുണ്ടെങ്കിൽ TV യിൽ കണ്ടാലാണ് അതിൻ്റെ കറക്റ്റ് റെസൊല്യൂഷൻസ് അറിയാൻ പറ്റത്തുള്ളൂ. ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല കാഴ്ചകളായി ഞാൻ ഇനിയും വരാം. ഓക്കെ, ബൈ.